കായംകുളം കുറ്റിത്തെരുവ് മഖാമിലെ ഷൈഖ് വലിയുള്ളാഹിയുടെ 54-ാം ഉറൂസ് സമാപിച്ചു. മഗ്രിബ് നിസ്കാരശേഷം ദിക്ർ ജാഥ നടത്തി. കായംകുളം കുറ്റിത്തെരുവ് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് വലിയുള്ളാഹിയുടെ 54-ാമത് ഉറൂസ് സമാപിച്ചു. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം നടന്ന ദിക്ർ ജാഥയ്ക്ക് ചീഫ് ഇമാം PK ജലാലുദ്ദീൻ മദനി, ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ അൽ ബറക്കത്ത്, സെക്രട്ടറി ഫസൽ റഹ്മാൻ, പരിപാലന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാന്മാരായ സാത്വികന്മാർ ജീവിത വിശുദ്ധി കൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മഹത്വത്ത് ഒരു രാജ്യത്ത് അവരുടെ ജീവിതം, അവരുടെ ജീവിതശേഷവുമുള്ള ബർസഹിയ പാരത്രിക ജീവിതവും ഒരു സമൂഹത്തെ മുഴുവനും ഐക്യത്തിലും സ്നേഹത്തിലും അടിയുറപ്പിച്ച് നിർത്തുന്നതിൽ അനൽപമായ പങ്ക് വഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ബഹുസ്വരതയുടെ വിവിധ ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ മക്കാമുകൾ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സ്നേഹത്തിൻ്റെ സാധ്വലിമ പകർന്നുകൊണ്ട് മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെ മസാറുകൾ, മക്കാമുകൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും തലയുയർത്തി നിൽക്കുകയാണ്. അത്തരത്തിൽ ഈ രാജ്യത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും യോജിപ്പിച്ചും ഐക്യത്തിലും നിലനിർത്തുന്നതിൽ കുറ്റിത്തെരുവ് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ത്വം തേടി അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നുവരുന്ന പരസ്പര മനുഷ്യരുടെ സന്ദേശം, ആ സ്നേഹത്തിന്റെ സന്ദേശം വിളിച്ചു പറയുന്നു. اللهم لك الحمد وإليك المستقى وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم. ശൈഖ് വലിയുള്ളാഹിയുടെ 54-ാം ഉറൂസ് ഈ മഹത്തായ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ദിക്ർ ജാഥ ഇവിടെ ആരംഭിക്കുകയാണ്. ദിക്ർ ജാഥയ്ക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന മഹാസംഗമത്തോടുകൂടി ഈ വർഷത്തെ ഉറൂസ് പരിപാടി പരിസമാപിക്കുകയാണ്. തുടർന്ന് നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിന് CP ഷാഫി സഖാഫി, EK അബ്ദുൽ ഖാദിർ സഖാഫി കോഴിക്കോട് എന്നിവർ നേതൃത്വം നൽകി. PK ജലാലുദ്ദീൻ മദനി, അബ്ദുൽ ഖാദിർ സഖാഫി, അബ്ദുൽ വഹാബ് റഷാദി, ഗഫൂർ മുസ്ലിയാർ, തൻസീർ ദാരിമി, അബൂബക്കർ ബക്കാവി, സക്കീർ ഹുസൈൻ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കായംകുളം.